Good morning. Good afternoon, sir. Yes, good afternoon, Viji. Good afternoon, sir. Revati, Sangeeta, good afternoon. Viji KS, Christmas എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു സാർ. യെസ്, എവിടെയെങ്കിലൊക്കെ ടൂർ പോയോ? ഇല്ലില്ല, ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ടൂർ വന്നേക്കണ. വെരി ഗുഡ്, വെരി ഗുഡ്. ഹസ്ബൻഡിന്റെ വീടും സ്വന്തം വീടും തമ്മിൽ എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 40 കിലോമീറ്റർ. അപ്പൊ ടൂറായിട്ട് കണക്കാക്കാം. യെസ്, 40 കിലോമീറ്റർ ഇല്ലേ? അപ്പൊ ടൂറായിട്ട് കണക്കാക്കാം. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സാറിന് ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഹാപ്പി ക്രിസ്മസ് ആയിട്ട് അങ്ങനെ പോയി. യെസ്. സാറിന് ന്യൂ ഇയർ സെലിബ്രേഷൻ ഇല്ലേ സാർ ഇന്ന്? എന്തോ? ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ ഇന്ന് ഇല്ലേ? ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻ അവിടേക്ക് അന്ന് വൈകുന്നേരം ഉണ്ട്. നിങ്ങൾക്കില്ലേ ന്യൂ ഇയർ സെലിബ്രേഷൻ ഉണ്ട്? ഓക്കെ ഓക്കെ. ഉണ്ട്. യെസ്, വെരി ഗുഡ്. എന്തിന്റെ കെയർ ഓഫിലാണ്? റെസിഡൻസിന്റെ കെയർ ഓഫിലാണ്? ക്ലബിന്റെ കെയർ ഓഫിലാണ്? യെസ്. ഇപ്പോ 2025 വിട പറയുകയാണ്. യെസ്, അപ്പൊ എല്ലാവർക്കും യെസ് ജോൺഫി, വളരെ കൃത്യമായ പുതുവത്സര ആശംസകൾ നേരുകയാണ്. വിനീഷ, എല്ലാവിധ നന്മകളും 2026 ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യെസ്, 2026 മറ്റു വർഷങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട വർഷമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. യെസ്, പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്ത് പുതിയ രീതിയിൽ വിജയിച്ചു വരാനായിട്ട് തീരുമാനങ്ങളൊക്കെ എടുത്തോ. പുതിയത് കഴിഞ്ഞ വർഷത്തെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഒന്നുകൂടിയൊക്കെ പൊടിയൊക്കെ തട്ടിയെടുക്കാം അല്ലേ? യെസ്, അതൊക്കെ നമുക്ക് എടുത്ത് ഓക്കെ രേവതി, അതൊക്കെ പൊടിയൊക്കെ തട്ടിയൊക്കെ എടുത്ത് റെഡിയാക്കാം. യെസ്, ഓക്കെ, കൊണ്ടുപോയി. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് യെസ് ജോൺഫി, ക്രിസ്തുമസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. രാത്രി പള്ളിയിലൊക്കെ പോയി എല്ലാ പാർട്ടിയും കഴിഞ്ഞപ്പോ ഹോസ്പിറ്റലാ സാർ, മോനെ അഡ്മിറ്റ് ആക്കി. അപ്പൊ ഇപ്പൊ കൊച്ച് ആന്റിബയോട്ടിക് എടുക്കണം. 28-ാം തീയതി രാത്രി എന്താ ചൂട് കയറിക്കൊണ്ട് അങ്ങനെ പനി കഫക്കെട്ടുമായിട്ട് ഇപ്പം ഹോസ്പിറ്റലിലെ ബെൻസിയറില് അഡ്മിറ്റ് ആയി. അങ്ങനെ കൊച്ചിന് ഇപ്പൊ ഇഞ്ചക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോ ഞാൻ ക്ലാസ്സിൽ നിന്ന് കേറാന്ന് വെച്ച് അങ്ങനെ കേറിയതാ. Get well soon. Okay. Yes. അപ്പോ ജിനു ജോസ്, യെസ്, അപ്പൊ നമുക്ക് ആരംഭിക്കാം അല്ലേ? അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ ഷമീമ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചതാണ്. എങ്കിലും ജസ്റ്റ് അതിനെ കുറിച്ച് ഒന്നൊരു കാര്യം കൂടെയാണ് പറഞ്ഞിട്ട് നമുക്ക് അടുത്തിലൂടെ അങ്ങോട്ട് പോകേണ്ടത്. നമ്മൾ പറഞ്ഞത് കുറച്ചൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇവിടെ ക്ലാസ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞത്, തന്നിരിക്കുന്ന വാചകത്തെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും രണ്ടായിട്ട് വിഭജിക്കാം. ഗിവൺ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവും, ഗിവൺ സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. വീണ്ടും നമ്മൾ പറഞ്ഞു, തന്നിരിക്കുന്ന വാചകങ്ങളില് ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈസ്, ആമ, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞു. നോട്ട് ചേർക്കാൻ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നോട്ട് ചേർക്കണം, അത് നമുക്ക് ചെയ്യാൻ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഓക്സിലറി വെർബുകളൊന്നും ഇല്ല എങ്കിൽ മെയിൻ വെർബ് നോക്കണമെന്ന് പറഞ്ഞു. ആ മെയിൻ വെർബ് നോക്കുമ്പോൾ അതിന്റെ ടെൻസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് ചേർത്ത് എഴുതണമെന്ന് പറഞ്ഞു. നേരെ മറിച്ച് പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ്, ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് എഴുതുമെന്ന് പറഞ്ഞു. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറഞ്ഞ് നിർത്തിയത്. യെസ്, മേഡി ദൃശ്യ.
എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്തുമസ് ഒക്കെ? അടിപൊളിയായിരുന്നു സർ. അടിപൊളിയായിരുന്നു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ക്രിസ്തുമസിന്റെ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സംഭവങ്ങളൊന്നും ഇംഗ്ലീഷിൽ പറഞ്ഞു. എപ്പോ എഴുന്നേറ്റ് തുടങ്ങി ആരംഭിക്കണം. ഐ ഗോട്ട് അപ്പ് അറ്റ് അവിടെ തുടങ്ങി ചെയ്ത കാര്യങ്ങളാണ്. അയ്യോ, പെട്ടെന്ന് പറഞ്ഞു ഇവിടേക്കും കിട്ടണില്ല. എഴുന്നേൽക്ക്. എത്ര മണിക്ക് എഴുന്നേറ്റു? വൈകി എഴുന്നേറ്റത് കാരണം തലേന്ന് പാതിര കുർബാനക്ക് പോയി, പിന്നെ പള്ളിയില് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എത്ര മണിക്ക് എഴുന്നേറ്റ്? 7:30. 7:30. ഓക്കെ, ഒരു അരമണിക്കൂർ കൂടി ഞങ്ങൾ ഇവിടെ തന്നു. 8 ഐ ഗോട്ട് അറ്റ് 8 o'clock. 8 മണിക്ക് എഴുന്നേറ്റു. ബാക്കി പറഞ്ഞു. Then I had breakfast. Yes. Then we will went our parents' house. Yes. Then went to parents' house. ഞാൻ അവിടെ സെലിബ്രേഷൻ പറയൂ. അവിടെ ആരെയൊക്കെ കണ്ടു, എന്തെല്ലാം കഴിച്ചു? Then we met our parents and to share our happiness. Yes. Happiness moment. Yes. Then we return our home and prepared lunch. Afternoon we are പുറത്ത് പോയി. we are going outside. Yes, okay. Outing. Okay. Outing. Then we are meet our friends. Yes. We met our friends. Yes. Then we celebrating Christmas night. Yes. Okay. Very good. Okay. Where is the chef? Yes. Okay, Revati. Yes. Okay. Lily Tommy. I have anything to say. Lily Thomas. Christmas celebration. Yes. Thank you. Yes. Okay, Christmas celebration. My celebration was last night. Yes. 24th. We went to church at 9. After that, we all the churches. We visited all the cribs. Yes. Visited all the cribs. Okay. Then decorations, everything was nice. Then we came home. Yes. We had vattapam and Yes. Okay. Okay. Then we slept at 2:33. Then Christmas morning again we had together we had breakfast. Yes. Then that's it. We didn't go anywhere. Yes. At home we all enjoyed. Yes. And next to my house, my sister is there. We gathered there also. Yes. We celebrated our Christmas. That's it, sir. Okay. Very good. Okay. Lily, very good. Yes. ആഘോഷങ്ങൾ എപ്പോഴും മനുഷ്യനെ ജീവിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. യെസ്, ആഘോഷങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ബോറടി ആവും ജീവിതത്തിന്റെ സുഗന്ധം വേണം. നിങ്ങളൊന്ന് ആലോചിക്കുക, കഴിഞ്ഞ 10-30 വർഷം അല്ല 25 വർഷങ്ങൾ ഓരോ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, പിന്നെ വൈകുന്നേരം കിടന്ന് ഉറങ്ങുന്നു, വീണ്ടും പിറ്റേ ദിവസം രാവിലെ തന്നെ ചെയ്യുന്നു. യെസ്, ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വേണം. അപ്പോഴാണ് ജീവിക്കാനായിട്ട് ഒരു പ്രേരണ. അത് നമ്മുടെ നാട്ടിലുള്ള ഉത്സവം, അല്ലെങ്കിൽ ഒരു പെരുന്നാള്, അല്ലെങ്കിൽ ഒരു വാർഷികം, അപ്പൊ അങ്ങനെയൊക്കെ ജീവിക്കാനായിട്ട് എപ്പോഴും ഒരു ഹാപ്പിനെസ്, സന്തോഷം ഉണ്ടാവും. യെസ്, ഓക്കെ. അപ്പൊ ആഘോഷങ്ങൾ എപ്പോഴും ജീവിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ഒരു യൂണിറ്റിലേക്ക് കിടക്കുകയാണ്. യൂണിറ്റ് നമ്പർ 3 ആണ്. അതിന്റെ പേര് ദ വെർബ് സിസ്റ്റം. അപ്പൊ നമ്മൾ ഇനി അടുത്തായിട്ട് കിടക്കുന്നത് വെർബ് സിസ്റ്റം എന്ന് പറയുന്ന പുതിയ ഒരു സംഗതിയിലെ വെർബ് സിസ്റ്റം. യെസ്, അപ്പൊ നമുക്കറിയാം സിസ്റ്റം.
SYST വെർബ് സിസ്റ്റം യൂണിറ്റ് നമ്പർ 3. ഇപ്പൊ നമ്മുടെ ലെസന്റെ ഒക്കെ അവസാന ഭാഗങ്ങളിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോ യൂണിറ്റ് നമ്പർ 3 വെർബ് സിസ്റ്റം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഞാൻ നിങ്ങളോട് ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ വാചകം എഴുതുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പ്രവൃത്തി ചെയ്യുന്ന ആള്, വെർബ് എന്ന് പറയുമ്പോൾ ചെയ്ത പ്രവൃത്തി, ഓബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം, മാനർ എന്ന് പറയുമ്പോൾ എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം, പ്ലേസ് എന്ന് പറയുമ്പോൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം പി, ടി ടൈം എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരം. ഈ ചോദ്യങ്ങൾ ഉത്തരം എഴുതി കഴിയുമ്പോൾ സെന്റൻസ് ആയി എന്ന് പറഞ്ഞു. യെസ്, അതില് ആ വെർബ് എന്ന് നമ്മൾ പറഞ്ഞൊരു സംഗതിയുണ്ട്, വെർബ്. യെസ്, അതിന് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് ഇന്നിവിടെ നോക്കേണ്ടതായിട്ടുള്ളത്, വെർബ്. യെസ്, അപ്പൊ ഏതൊരു സെന്റൻസ് എടുത്തു കഴിഞ്ഞാലും ആ സെന്റൻസിൽ ഒരു വെർബ് ഉണ്ടാവും. ഞാൻ ഓടി, അവൾ പഠിച്ചു, നിങ്ങൾ ഉറങ്ങി, ഒക്കെ വെർബാണ്. വെർബിനാണ് എപ്പോഴും നമുക്ക് 3 കാലങ്ങൾ പറയാൻ പറ്റും. 3 കാലങ്ങൾ: വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം. ഓടുക, ഓടി, ഓടും ഉണ്ടാവും. ചാടുക, ചാടി, ചാടും. നടക്കുക, നടന്നു, നടക്കും. ഉറങ്ങുക, ഉറങ്ങി, ഉറങ്ങും. അല്ല, എല്ലാത്തിനും 3 കാലങ്ങൾ പറയാൻ പറ്റും. വെർബിന് മാത്രമേ ഇങ്ങനെ 3 കാലങ്ങൾ പറയാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാ വെർബുകൾക്കും അങ്ങനെ പറയാനായിട്ട് സാധിക്കും. ഇംഗ്ലീഷില് വെർബിനെ 2ആയിട്ട് വിഭജിക്കാം. ഒന്നാമത്തേതിനെ മെയിൻ വെർബ് എന്നും രണ്ടാമത്തേതിനെ ഹെൽപ്പിംഗ് വെർബ് എന്നും പറയും. It can be grouped into 2. First group is called main verb, second group is called helping verb. അപ്പൊ ഹെൽപ്പിംഗ് വെർബ് ആണ് നിൽക്കട്ടെ, നമുക്ക് അതിന് മെയിൻ വെർബ് നോക്കാം. സാധാരണ നമ്മൾ പറയുന്ന ഒരു വേർഡ് ഗോ, അത് ഒരു മെയിൻ വെർബാണ്. കാരണം അതിന്റെ പാസ്റ്റ് ടെൻസ് വെന്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ. ടേക്ക്, പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് took, past participle taken. Jump, past tense jumped, past participle jumped. അപ്പൊ നമുക്ക് പറയാം ഇങ്ങനെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇങ്ങനെ പറയാവുന്നതിനൊക്കെ നമുക്ക് പറയാം മെയിൻ വെർബ് എന്ന് പറയാം. മെയിൻ വെർബ്. അപ്പൊ രേവതി കൃഷ്ണൻ ഒന്നിന്റെ മെയിൻ വെർബ് എന്ന് പറഞ്ഞു. യെസ് സർ, മെയിൻ വെർബിൽ വരുമ്പോ ഇഷ്ടമുള്ള പോലെയുണ്ട്, ലക്ഷക്കണക്കിന് ഇങ്ങനെ എടുക്കല്ലേ. ഓക്കെ സർ, മെയിനിൽ വരുമ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ബീയിങ് അല്ലെങ്കിൽ ഡൂയിങ്, ഐ ആം ഡൂയിങ് ഇതെല്ലാം വരുന്നത് കറക്റ്റ് ആണ്. ഓക്കെ കറക്റ്റ് ആണ് രേവതി. സനീഷ കെ പി വേറൊന്നും പറഞ്ഞു, വേറൊരു വെർബ് പറഞ്ഞു, ഇഷ്ടമുള്ളൊരു വെർബ് പറഞ്ഞു. എന്ത് പറഞ്ഞു ശരിയെ, അത് വെർബാണെന്ന് ദയവായിട്ട് പറഞ്ഞു. ഗോ വെന്റ് കൂടെ അത് നേരത്തെ പറഞ്ഞതല്ലേ, മാറ്റി പിടിച്ചേ. ഞാൻ പറഞ്ഞത് പോട്ടെ. വേറൊരു സ്വന്തം വാച്ച് കറക്റ്റ് ആണ്. WATCH വാച്ച്. ഓക്കെ സുനിമി കറക്റ്റ് ആണ്. വാച്ച്ഡ്. ഓക്കെ സുനിമി കറക്റ്റ് ആണ്. വാക്ക് നടക്കുക, വാക്ക്ഡ് അങ്ങനെ പറയാം. അപ്പൊ അതിന് നമുക്ക് എന്ത് പറയാം? മെയിൻ വെർബ് എന്ന് പറയാം. മെയിൻ വെർബിന് നമുക്ക് ഇതുപോലെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അത് നമുക്ക് പറയാം. യെസ്, അപ്പൊ നമ്മൾ പറയുന്ന എല്ലാം ഓടുക, ഓടി, ചാടുക, ചാടി, നടക്കുക, തിന്നു, കുടിച്ചു, ഇതെല്ലാം ഉറങ്ങുക, ഉറങ്ങി, ഇതെല്ലാം വെർബാണ്. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞു വെർബിനെ 2ആയിട്ട് വിഭജിക്കാം. അതിൽ ഒന്നിനെ മെയിൻ വെർബ് എന്ന് പറയും. രണ്ടാമത്തെ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയും. അതായത് മെയിൻ വെർബിന് കൂടെ വരുന്ന മറ്റ് സപ്പോർട്ടീവായിട്ട് വരുന്ന വെർബിനെ പറയുന്ന പേരാണ് ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. ഹെൽപ്പിംഗ് വെർബ്. ഈ ഹെൽപ്പിംഗ് വെർബിനെ തന്നെ
വേറൊരു പേര് കൂടി പറയും, ബി വെർബ് എന്ന് പറയും. BE, ബി വെർബ്. അപ്പൊ ഒന്നില്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ബി വെർബ്. നമ്മളൊന്ന് ഓർത്തുന്നാൽ മതി. ബി. യെസ്. ഇപ്പൊ നേരത്തെ രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാചകത്തിലുണ്ടായിരുന്നു ഐ ആം ഡൂയിങ്. അതായത് ഒരു ആം വന്നില്ലേ, അത് ഹെൽപ്പിംഗ് വെർബാണ്. യെസ്. ഡു എന്ന് പറഞ്ഞില്ലേ, അത് മെയിൻ വെർബാണ്. അപ്പൊ എന്തൊക്കെയാണ് ഹെൽപ്പിംഗ് വെർബിന്റെ കീഴിൽ വരുന്നത്? ഈസ് വരും, ആം വരും, ആറ് വരും, വാസ് വരും, വേർ വരും, ഡു വരും, ഡസ് വരും, ഡിഡ് വരും, ഹാസ് വരും, ഹാവ് വരും, ഹാഡ് വരും. ഇത്രയല്ലേ നമുക്ക് എന്ത് പറയാം, ഹെൽപ്പിംഗ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബിന്റെ അകത്ത് ബി വെർബ് അല്ലെങ്കിൽ പ്രൈമറി വെർബ്, പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് നമുക്ക് വേണമെങ്കിൽ പറയാം. യെസ്. അപ്പൊ ഞാൻ ഒന്നും പറയാം. എന്തൊക്കെയാണ് പറയാം നമ്മുടെ ഹെൽപ്പിംഗ് പറയാം. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. ഒന്നിനെ നമ്മൾ മെയിൻ വെർബ് എന്ന് പറഞ്ഞു, രണ്ടാമത്തെ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞു. ഈ ഹെൽപ്പിംഗ് വെർബിനെ തന്നെ രണ്ടായിട്ട് വീണ്ടും വിഭജിച്ചിട്ടുണ്ട്. ഹെൽപ്പിംഗ് വെർബിനെ തന്നെ രണ്ടായിട്ട് വീണ്ടും വിഭജിച്ചിട്ടുണ്ട്. ആ ഹെൽപ്പിംഗ് വെർബിനെ വീണ്ടും രണ്ടായിട്ട് വിഭജിച്ചിട്ടുള്ളതിൽ ഒരു ഗ്രൂപ്പാണ് പ്രൈമറി ഹെൽപ്പിംഗ് വെർബ്. പ്രൈമറി ഹെൽപ്പിംഗ് വെർബ്. അതിന് കീഴിലാണ് ഞാൻ ഇപ്പൊ പറഞ്ഞതൊക്കെ വരുന്നത്. ഏതൊക്കെ? ഈസ്, ആം, ആർ, വാസ്, വെർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. യെസ്. ഇതിലൊക്കെ നമ്മൾ എന്ത് പറയുന്നു? പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നു. പ്രൈമറി ഹെൽപ്പിംഗ് വെർബ്. ഓക്കെ, ഇതൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് ചോദ്യങ്ങൾ മറ്റു വേറെ മോഡലാണ്. ഇത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഓക്കെ, വിജി കെ എസ്. വിജി കെ എസ്. യെസ്, വിജയ് കുറച്ച് കഴിയുമ്പോൾ വരുന്നു വിചാരിക്കാം. ജോൺ ഫി, ഞാൻ വന്നു അല്ലെ. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു പ്രൈമറി ഹെൽപ്പിംഗ് വെർബിൽ പറഞ്ഞ ഒരു ഹെൽപ്പിംഗ് വെർബാണ് ഈസ്. ഈസ് വെച്ച് വലിയൊരു വാചകം പറഞ്ഞ് വിജയ്. She is going. Okay, she is going. Correct. Very good. John Fee, ഈ അടുത്തത് ആം വെച്ച് പറഞ്ഞൊരു വാചകം പറഞ്ഞത്. ഏതാ സർ? ആം വരുന്നത്. I am Jofi. Yes, I am John Fee. Correct ആണ്. Very good. ബിനീഷ, ആർ വെച്ച് പറഞ്ഞൊരു വാചകം പറഞ്ഞ ARE. They are playing. They are playing. Correct. Then ഉമൈറ, വാസ് വെച്ച് വരുന്ന വാചകം പറഞ്ഞ വാസ്. യെസ്, ഉമൈറ വരുന്നത് വിചാരിക്കാം. ഷമീമ, വാസ് വെച്ച് വരുന്ന വാചകം പറഞ്ഞ വാസ്. She was eating. Yes, she was eating. Correctly. മിന്നു, വേർ വെച്ച് വരുന്ന വാചകം പറഞ്ഞ WERE, വേർ. WERE, വേർ. യെസ്, റാസ്മിന പറഞ്ഞു നോക്കി, വേർ വെച്ച് വരുന്നത്. We were watching TV together. Yes, they were watching TV together. Correct. Were. അറിയാം. ഉമൈറ പറഞ്ഞില്ല അല്ലെ? യെസ്, ഉമൈറ പറഞ്ഞത് വേറെ. ഡു വെച്ച് വരുന്നത് പറഞ്ഞു. ഡു വെച്ച് വരുന്നത്. യെസ്, ഉമൈറ നടന്ന് വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ വീടിന്റെ അവിടെ നിന്ന് ഒരാൾ റോഡിലേക്ക് പോയത്. അപ്പൊ ഉമ്മയുടെ അയാളോട് ചോദിക്കും, നീ എവിടെ പോകുന്നു? അതിനകത്ത് ഡൂ കയറി വരും. എവിടെ, നീ എവിടെ പോകുന്നു ചോദിച്ചു. Where do you go? കണ്ടോ? Where do you go? Where do you go? Do വന്നിട്ടുണ്ടാവും. Where do you go? Yes. Okay. Very good.
Then Linny Thomas. Yes, sir. ഇനി ഡസ് വെച്ചൊരു വാചകം പറഞ്ഞേ. പെട്ടെന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ ഡു എന്ന് പറഞ്ഞില്ല ഉമ്മയുടെ, അതിന്റെ അകത്ത് ആ ഡു മാറ്റിട്ട് ഡസ് വെക്കാം. അവൾ എവിടെ പോകുന്നു ചോദിച്ചാൽ കറക്റ്റായി. അവൾ എന്ന് പറയുമ്പോ ഒരാളെ ഉള്ളൂ, അപ്പൊ ഡസ് വരുള്ളൂ. അവൾ എവിടെ പോകുന്നു? നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കൂടെ പോണ കണ്ടപ്പോ അത് വന്നിട്ട് അവൾ എവിടെ പോകും? going out. യെസ്, നമുക്ക് ഒന്നുകൂടി ചുരുക്കി പറയാം. Where does she go? Where does she go? Okay. Where does she go? സംഗീത ഇനി ഒരു ഡിഡ് വെച്ച് പറഞ്ഞു. ഡിഡ് വെച്ച് ഡു പറഞ്ഞു, ഡസ് കഴിഞ്ഞു, ഡിഡ്. സാറേ തെറ്റോന്ന് എനിക്കറിയില്ല, ഞാൻ പറയാം. അതൊന്നും കുഴപ്പമില്ലേ, ഡോണ്ട് വറി, വി ആർ ഓൾ സപ്പോർട്ടിങ്. പറഞ്ഞു നോക്കിക്കോ, പറ്റിയാ പൊട്ടിയതാ, ഇതൊന്ന് തുണി വെച്ചതാ. Did you want more rice? Yes. നോക്കിയത് ലെജിബിൾ ആവുന്നില്ല. മൊബൈൽ ഒന്ന് ശരിക്കും പിടിച്ച സംഗീത. ഇപ്പൊ കേൾക്കുന്നുണ്ടോ സർ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. Did you want more rice? Yes. Did you want more rice? റൈസ് എന്ന് ഉദ്ദേശിച്ചത്. ടൈം. ഓക്കെ, കറക്റ്റ് ആണ്. നിങ്ങൾക്ക് കൂടുതൽ സമയം വേണോ? ശരിയാണ്, കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പറയാൻ പോയ എക്സാമ്പിൾ വേറെ ആയിരുന്നു. നേരത്തെ ഉമ്മയുടെയും ലില്ലിയും പറഞ്ഞ പോലെ ഒരു ആള് റോഡിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന കാണണം. അപ്പൊ നിങ്ങൾ റോഡിലേക്ക് പോയി, അപ്പൊ അയാളോട് ചോദിക്കുന്നത് എന്താണ്? നീ എവിടെ പോയി അല്ലെ? നേരത്തെ ഉമ്മയോട് ചോദിച്ചത് നീ എവിടെ പോകുന്നു എന്നാണ് ചോദിച്ചത്. അപ്പൊ വേർ ഡു യു ഗോ. നേരെ മറിച്ച് നീ എവിടെ പോയി എന്നാണെങ്കിൽ വേർ ഡിഡ് യു ഗോ അല്ല, ആ ഡു മാറ്റിട്ട് ഡിഡ് യു പറഞ്ഞാൽ ശരിയായി. നീ എവിടെ പോയി, വേർ ഡിഡ് യു ഗോ. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റാംസിന, ഒരു ഹാസ് വെച്ചുള്ള വാചകം പറഞ്ഞേ. ഹാസ്. It has a it has a pens. It has it has a pencil. It has a pencil. സാറ് പോയതാണോ? അവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മൊത്തത്തില് പോയില്ലോ. It has a sentence പറഞ്ഞടി. She has gone. ഷീയും ഹീയും വരുമ്പോ ഹാസ് ഇടുക, ബാക്കി എല്ലാം വരുമ്പോ ഹാവ് ഇടുക. എന്നിട്ട് V3 ഫോം കൂടെ he has been busy. ഹാസ് ബീന്റെ കാര്യം അറിയില്ല. ഹാസും ഹാവും വരുമ്പോ ഷീയും, ഹാസ് ഷീന്റെ കൂടെ ഹീന്റെ കൂടെ വരിക, ഇറ്റിന്റെ കൂടെയും. ബാക്കി അതെ പറയാം.
അറിയില്ല ഇതിലാരെല്ലാം ഉള്ളത്. സാറ് പോയോ? പോയിട്ടില്ല അസ്മിന, ഞാൻ ഇവിടെ ഉണ്ട്. അതിന്റെ നെറ്റ് കണക്ഷൻ പോയതാ. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ അങ്ങനെ പോവില്ല. യെസ്, ഓക്കെ. ലെറ്റ് us come to the point. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആരോട് പറഞ്ഞുകൊണ്ടിരുന്നത്? റംസീന. റംസീന. യെസ്, റംസീന ഹാസ് വെച്ചല്ല പറയാൻ പറഞ്ഞ. ആ ഹാസ് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഹാസ് എപ്പോഴും സിംഗുലർ ആയ സബ്ജക്റ്റിന്റെ കൂടെ വരും. സിംഗുലർ സബ്ജക്റ്റ് ദയുടെ കൂടെ ഹാസ് വരില്ല, മറിച്ച് ഹീയുടെ കൂടെയോ ഷീയുടെ കൂടെയോ വരും. സബ്ജക്റ്റ് സിംഗുലർ. സിംഗുലർ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം? ഒരെണ്ണം. ബോയ് ഹാസ് വരും, ബോയ് ഹാസ്. ഇതിനെ മറിച്ച് ബോയ് എന്നുള്ളതിന് പകരം ബോയ്സ് ആണ് വിചാരിക്കും, അപ്പൊ ഹാസ് വരില്ല. ഓക്കെ, കാരണം ബോയ്സ് എമൗണ്ട് കൂടുതലല്ലേ. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് ഹാസ് വരുള്ളൂ. അത് എപ്പോഴും മനസ്സിലുണ്ടാവും. ഈ പറഞ്ഞു. She has a pencil. She has a pencil. കറക്റ്റാണ്, ഷീ ഹാസ് എ പെൻസിൽ. യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഷീ കഴിഞ്ഞു, ഹാസ് കഴിഞ്ഞു, പെൻസിൽ കഴിഞ്ഞു. ആ പെൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പേരല്ലേ, അവൾക്കൊരു പെൻസിൽ ഉണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറൊരു ടാസ്ക് തരുന്നത്, ഇതേ വാചകം തന്നെ ഹാസ് കഴിഞ്ഞതിന് ശേഷം ഒരു വെർബ് ഉപയോഗിക്കുക. ഇവിടെ റംസീന ഉപയോഗിച്ചത് ഒരു നൗണാണ്, ഒരു പേരാണ്. പേര് വേണ്ട. ഹാസ് കഴിഞ്ഞതിന് ശേഷം എന്ത് ഉപയോഗിക്കാം? ഒരു വെർബ് ഉപയോഗിക്കാം. എന്ത് ഉപയോഗിക്കാം? അപ്പൊ സുറുമി? She has running. സുറുമിയല്ലേ? സുറുമി. She has eaten. കറക്റ്റ്. ഷീ ഹാസ് ഈറ്റൻ. ഈറ്റൻ തന്നെ വരും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഹാസ് കഴിഞ്ഞാല് പിന്നെ ഉപയോഗിക്കേണ്ടത് വെർബിന്റെ മൂന്നാമത്തെ ഫോമാണ്. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പോ ഷീ ഹാസ് ഗോ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഷീ ഹാസ് വെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഷീ ഹാസ് ഗോൺ, അതാണ് കറക്റ്റ്. അപ്പൊ ഇവിടെ സുഖമി പറഞ്ഞു ഷീ ഹാസ് ഈറ്റൻ. ഈറ്റ്, എയ്റ്റ്, ഈറ്റ്. കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. സഹിത ഇങ്ങനെയും പറയില്ലേ? എങ്ങനെയാണ്? റൈറ്റിംഗ് പെൻസിൽ. റൈറ്റിംഗ് അല്ല, റൈറ്റിംഗ് അല്ല, റിട്ടൺ പെൻസിൽ. ഷീ ഹാസ് എ റൈറ്റിംഗ് പെൻസിൽ, അങ്ങനെ പറയാം, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഹാസ് കഴിഞ്ഞതിന് ശേഷം ഒരു വെർബ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ വെർബിന്റെ വേണം മൂന്നാമത്തെ പോകാൻ. ഹാസ് എന്ന് പറഞ്ഞ പേര് കഴിഞ്ഞാലും ഹാവ് എന്ന് പറഞ്ഞ പേര് കഴിഞ്ഞാലും നമുക്കൊരു നൗൺ ഉപയോഗിക്കാൻ തെറ്റില്ല. ഇപ്പൊ ലിനി പറയണം എനിക്കൊരു പശു ഉണ്ട്. ഐ ഹാവ് എ കൗ എന്നല്ലേ പറയുള്ളൂ. യെസ്, ഐ ഹാവ് എ കൗ. കറക്റ്റ് ആണ്. എനിക്കൊരു പശുവുണ്ട്. അവൾക്കൊരു പട്ടിയുണ്ട്. ഷീ ഹാസ് എ ഡോഗ്. അതും കറക്റ്റ് ആണ്. അപ്പോ എ ഡോഗ് അതൊരു പേരാണ്, നൗണാണ്. എ കൗ അതും ഒരു നൗണാണ്, പേരാണ്. ഞാൻ പറഞ്ഞത് ഹാസോ ഹാവോ കഴിഞ്ഞതിന് ശേഷം നൗൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തെറ്റല്ല, കറക്റ്റ് ആണ്. ഹാസോ ഹാവോ കഴിഞ്ഞതിന് ശേഷം വെർബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രസന്റ് ടെൻസോ പാസ്റ്റ് ടെൻസോ ഉപയോഗിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ V3 അതേ ഉപയോഗിക്കാം. ഓക്കെ, ഗെറ്റ് ദ പോയിന്റ്? ഓക്കെ. സാഹിത സായി. യെസ്. അപ്പൊ ഒരു ഹാവ് വെച്ചിട്ടൊരു വാചകം പറഞ്ഞത് സാഹിത. സാഹിത ഹാവ് വെച്ചു. സാഹിത ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. യെസ്. I have a new car. A new car. He അല്ലേ പറഞ്ഞത്? എന്തായിരുന്നു സാഹിത? I have a new car. കറക്റ്റ് ആണ്. യെസ്, I have a new car. എന്റെ കയ്യില് ന്യൂ കാർ ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. യെസ്. അപ്പൊ ആ ഹാവ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാം. ഞാനൊരു
പുതിയ കാർ വാങ്ങി. ഐ ഹാവ് ബോട്ട്. BUY ബൈ പ്രസന്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിളും ബോട്ട് തന്നെയാണ്. അപ്പൊ ഐ ഹാവ് ബോട്ട് എ ന്യൂ കാർ. അങ്ങനെ ഈ സെന്റൻസ് നമുക്ക് പറയാം. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. മേരി കൃഷി. ഐ ഹാവ് ബോട്ട് എ ന്യൂ കാർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ബിഫോർ വാങ്ങിയതാന്നുള്ള അർത്ഥം കൂടി വരുന്നുണ്ടോ? അതെ, അങ്ങനെ തന്നെ വരുള്ളൂ. യെസ്, ജസ്റ്റ് ബിഫോർ, ജസ്റ്റ് ഹാപ്പൻ. ഓക്കെ, നേരത്തെ വാങ്ങിയതാണെങ്കിൽ ഐ ബോട്ട് എന്ന് പറഞ്ഞത് ഹാവ് വേണ്ട, സിമ്പിൾ പാസ്റ്റ് പറയും. യെസ്. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് എടുക്കാവുന്ന ലെസണിൽ ഈ സംഗതികൾ മുഴുവൻ വരുന്നുണ്ട്. ഡോണ്ട് വറി. മേരി കൃഷി ഹാഡ് വെച്ചിട്ട് വാങ്ങിയപ്പോൾ ഹാഡ് I had a kitten. I had a kitten. അല്ലെങ്കിൽ I had a dream. I had a ഈ ഹാഡ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിച്ചുള്ള വാചകം പറഞ്ഞ മേരി കൃഷി. I had written. Yes, I had written a complaint. Correct ആയില്ലേ? I had written the examination. Very good, very good, very good, very good. അപ്പൊ ഞാൻ പറഞ്ഞു ഹെൽപ്പിംഗ് വെർബിനെ രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. ആ രണ്ടായിട്ട് വിഭജിക്കുന്നതിൽ ഒരു ഗ്രൂപ്പാണ് പ്രൈമറി ഹെൽപ്പിംഗ്. ആ പ്രൈമറി ഹെൽപ്പിംഗ് വെർബിന്റെ കൂടെ വരുന്നതാണ് ഈസ്, ആം, ആറ്, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് മോഡൽ ഹെൽപ്പിംഗ് വെർബ്. മോഡൽ ഹെൽപ്പിംഗ് വെർബ്. അപ്പൊ പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് മോഡൽ ഹെൽപ്പിംഗ് വെർബ് വരുന്നത്. അതിന്റെ കീഴിൽ വരുന്ന വാചകങ്ങൾ വേർഡുകളാണ് ഷാല്, പിന്നെ അതിന്റെ കണ്ടീഷണൽ ഫോം ഷുഡ്, വില്ല്, അതിന്റെ കണ്ടീഷണൽ ഫോം വുഡ്, then can, could, may, might, must, ought, OUGHT, ought. സാർ വലിയ ഫുഡ് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒന്നുകൂടി പറയാം. ഷാല്, ഷുഡ്, വില്ല്, വുഡ്, can, could, may, might, must. ഓക്കെ മസ്റ്റ്, ought, OUGHT. ഇങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് എന്ത് പറയാം? മോഡൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയാം. മോഡൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയാം. യെസ്. അപ്പൊ ഇവിടെ ഇത് ഉപയോഗിച്ചിട്ടുള്ള വാചകം നമുക്ക് പറയാം. നമുക്ക് ആദ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വില്ല്, ഷാല്, ക്യാൻ, ഇതെല്ലാത്തിനും വേണ്ടി നമുക്ക് അതിന് ഓർഡർ നമുക്ക് ഉപയോഗിക്കാം. യെസ്, ഷനീമ. Yes, sir. വില്ല് വെച്ച് വരുന്നൊരു വാചകം പറഞ്ഞു. വില്ല് വരുന്നൊരു വാചകം പറഞ്ഞു. I will study. ഐ വിൽ സ്റ്റഡി. കറക്റ്റ് ആണ്, ഞാൻ പഠിക്കും. വില്ല് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ടെൻസ് പറയാവോ? യെസ്, ഐ വിൽ സ്റ്റഡി. ഷമീമക്ക് ഏതെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ അറിയാമോ? ഇല്ല സർ. യെസ്. ഇപ്പൊ ഞാൻ വിചാരിക്കും പറയണം, ഷമീമക്ക് പിയാനോ വായിക്കാൻ അറിയാം. പിയാനോ അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. എനിക്ക് പിയാനോ വായിക്കാൻ അറിയാം. ഇംഗ്ലീഷിൽ പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് പിയാനോ വായിക്കാൻ കഴിയും. അത് ഇംഗ്ലീഷിൽ പറഞ്ഞു. എനിക്ക് പിയാനോ വായിക്കാൻ കഴിയും. I can use piano. യെസ്, ഓക്കെ, കറക്റ്റ് ആണ്. ഐ ക്യാൻ യൂസ് എന്നുള്ളത് നമുക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട് പ്ലേ എന്നാക്കാം. ഐ ക്യാൻ പ്ലേ പിയാനോ. യെസ്, ഐ ക്യാൻ പ്ലേ. അപ്പൊ എനിക്ക് പിയാനോ വായിക്കാൻ കഴിയും. അതേ വാചകം തന്നെ നമ്മളൊന്ന് മാറ്റിയിടും. അപ്പൊ ഇന്നാണ് ഷമീമ പിയാനോ വായിച്ചത്. നാളെയാണ് ഇത് പറയുന്നത്. നാളെ പറയുമ്പോ എനിക്ക് പിയാനോ വായിക്കാൻ കഴിഞ്ഞു. എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? I played piano yesterday. യെസ്. അവിടെ കഴിഞ്ഞു എന്നുള്ള സാധനം വരില്ല. ഞാൻ ഇന്നലെ പിയാനോ വായിച്ചു എന്നാവുള്ളൂ. അപ്പൊ അവിടെ എന്ത് ഉപയോഗിക്കണം? ആ ക്യാൻ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമില് കുഡ് ഉപയോഗിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഐ
കുഡ് പ്ലേ പിയാനോ. എനിക്ക് I could പിയാനോ play വായിക്കാൻ piano. കഴിയും. അപ്പൊ ക്യാനും കുഡ് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. മറ്റത് കഴിയും. ക്യാൻ കുഡ് കഴിഞ്ഞു. കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ സംഭവമാണ്. യെസ്, ഐ ക്യാൻ പ്രിപ്പയർ ചിക്കൻ ബിരിയാണി. അപ്പൊ എനിക്ക് ചിക്കൻ ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ കഴിയും. പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയുമ്പോൾ എന്ത് പറയും? ഐ കുഡ് പ്രിപ്പയർ ചിക്കൻ ബിരിയാണി. കഴിഞ്ഞില്ലേ? അപ്പൊ ഐ കുഡ് വേണം. എനിക്ക് ഞാൻ ചിക്കൻ ബിരിയാണി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് കഴിഞ്ഞു. അപ്പൊ ക്യാനും കുഡും തമ്മിലുള്ള ഒന്ന് കഴിയും, അത് കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ. യെസ്, ഓക്കെ. യെസ്, ഇനി അപ്പൊ നമുക്ക് റംസീന. sir. യെസ്, കുഡ് വെച്ച് വരുന്ന വാചകം വേറെ പറഞ്ഞു. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒന്നും എടുക്കണ്ട, വേറെ ഏതെങ്കിലും എക്സാമ്പിൾ പറഞ്ഞു. I could my homework. ഐ കുഡ് ഡു മൈ ഹോംവർക്ക്. കറക്റ്റ് ആണ്. എനിക്ക് എന്റെ ഹോംവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. കറക്റ്റ്. ഐ കുഡ് ഡു. ആ കുഡ് എന്നുള്ള പകരം ക്യാൻ ആണെങ്കിൽ എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ കഴിയുന്ന. മറ്റേതെന്തായി? എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇതാണ് വ്യത്യാസം. മനസ്സിലായല്ലോ? യെസ്, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഇനി നമുക്ക് വുഡിനെ കുറിച്ച് വേറെ കാര്യം കൂടി പറയാം. യെസ്, രേവതി. രേവതി കൃഷ്ണൻ. യെസ്, ഓക്കെ. അപ്പോ രേവതി ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വിചാരിക്കുക. അപ്പോ ഒരു ലേഡി രേവതി നിൽക്കുകയാണ്. അപ്പൊ ആ ലേഡി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നാൽ രേവതി കൂടെ അവിടെ ഇരിക്കാം. അപ്പൊ രേവതി ആ പെൺകുട്ടിയോട് പറയുന്നു, ഒന്ന് കുറച്ച് നീങ്ങിയിരിക്കാമോ? ഒന്ന് ഇംഗ്ലീഷ് ചോദിച്ചു. നീങ്ങിയിരിക്കാൻ എന്നൊക്കെ വില പിടിച്ച് പറഞ്ഞപ്പോൾ നീങ്ങിയാലോ തോൽപ്പി ജിരമിച്ചിരിക്കും. അപ്പൊ എന്ത് ചെയ്യാൻ ഭവ്യതയിൽ പറയണം കേട്ടോ. ഒന്ന് നീങ്ങിയിരിക്കാമോ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നീങ്ങിയിരിക്കും, കുറച്ച് നീങ്ങിയിരിക്കാം. Could you please adjust some more? കറക്റ്റ്. അപ്പൊ ഈ വുഡ് എന്ന് പറയുന്ന ഒരു വേർഡ്, ആ വുഡ് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. വുഡ് ഉപയോഗിച്ചു. വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൊളൈറ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് വേണം. വുഡ് യു പ്ലീസ്, വുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ. ദയവായിട്ട് അല്പം ഒരു നീങ്ങിയിരിക്കാമോ? വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കാമോ? വുഡ് യു പ്ലീസ് ഈറ്റ് ദിസ് ഫുഡ്, നിങ്ങൾ ഭക്ഷണം ഒന്ന് കഴിക്കാമോ? യെസ്, വുഡ് യു പ്ലീസ്. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം കൂടി ഞാൻ രേവതിയോട് ചോദിക്കാം. രേവതി ചായ കുടിക്കുന്ന ആളാണ്, കാപ്പി കുടിക്കുന്ന ആളാണ്? സർ, ഞാൻ കോഫിയാണ്. കോഫിയാണ്. യെസ്, കോഫിയാണ്. ഇപ്പൊ 2025 ഡിസംബർ 31 രേവതി കാപ്പി കുടി നിർത്തി. കാപ്പി കുടി നിർത്തി. 2026 ജനുവരി ഒരു പകുതിയായപ്പോ യാദൃച്ഛികമായിട്ട് ഞാൻ രേവതിയെ ഒരു റെസ്റ്റോറന്റ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ 2 കാപ്പി ഓർഡർ ചെയ്തു. ഒന്ന് എനിക്കും ഒന്ന് രേവതിക്കും. ഇപ്പൊ രേവതി പറയുന്നു, ഞാൻ നേരത്തെ കാപ്പി കുടിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ കുടിക്കാറില്ല എന്നൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. Sir, I had coffee before this year, but before 25, and now Yes. I stopped taking coffee for now. So Okay. Thank you for your. താങ്ക് യു വെരി മച്ച്. ഇത്രയൊന്നും പോവാതെ ചുരുക്കി, വളരെ ചുരുക്കി, കോംപ്രഹെൻസീവ് ആയിട്ട് പറഞ്ഞു. സംഗതി പിടികിട്ടില്ല, ഏതെങ്കിലും പറഞ്ഞു കറക്റ്റ്. അത്രയൊന്നും ലെങ്ത് ഇല്ല, വളരെ ചുരുക്കി. I used to have coffee, but now I don't. യെസ്, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെയും നമുക്ക് ഈ വുഡ് ഉപയോഗിച്ച് പറയാം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ നേരത്തെ ഒരു പൊളൈറ്റ് ആയിട്ട് ഒരു റിക്വസ്റ്റ് പറഞ്ഞപ്പോ വുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ, അല്പം ഒന്ന് നീങ്ങിയിരിക്കാമോ? അപ്പൊ അവിടെ നമ്മൾ വുഡ് ഉപയോഗിച്ചു ഫോർ പൊളൈറ്റ് റിക്വസ്റ്റ്. ഇത് തന്നെ മുൻപ് നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഹാബിറ്റ് ഇപ്പൊ നമുക്ക് ഇല്ല എങ്കിൽ അവിടെയും വുഡ് ഉപയോഗിച്ച് പറയാം. ഐ വുഡ് ഡ്രിങ്ക് കോഫി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ കാപ്പി കഴിച്ചിരുന്നു,
ഇപ്പൊ ഞാൻ കാപ്പി കഴിക്കാറില്ലെന്ന്. പാസ്റ്റ് ഹാബിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, യു അണ്ടർസ്റ്റാൻഡ്, പാസ്റ്റ് ഹാബിറ്റ്, മുമ്പുണ്ടായിരുന്ന ഹാബിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടും വുഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ അത് പാസ്റ്റ് ഹാബിറ്റ് ആണ്. ഐ വുഡ് ഡ്രിങ്ക് മിൽക്ക് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, മുമ്പ് ഞാൻ പാല് കുടിച്ചിരുന്നു, ഇപ്പൊ ഞാൻ കുടിക്കാറില്ല. ഐ വുഡ് ഗോ ടു ചർച്ച് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, മുൻപ് ഞാൻ പള്ളിയിൽ പോയിരുന്നു, ഇപ്പൊ പോകാറില്ല. അപ്പൊ ആ വുഡ് എന്ന് പറയുന്ന വേര് വരുമ്പോ ഇത് പാസ്റ്റ് ഹാബിറ്റ് ആണ്. യെസ്. അപ്പോ അത് പറയുന്ന ആർക്കും അറിയാൻ പറ്റണം, കേൾക്കുന്ന ആർക്കും അറിയാൻ പറ്റണം. അല്ലെങ്കിൽ വുഡ് ഇതൊന്നും വരുമ്പോ വീക്ക് വേർബിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, V1 തന്നെ യൂസ് ചെയ്യേണ്ടത് അല്ലെ? വുഡ് എന്ന് കഴിഞ്ഞാലും വില്ല്, ക്യാൻ, ഷാല്, മേ, മസ്റ്റ് അതിന്റെ കണ്ടീഷണൽ ഫോം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ വില്ല് എന്നുള്ളതിന്റെ വുഡ്, ക്യാൻ എന്നുള്ളതിന്റെ ഫുഡ്, മേ എന്നുള്ളതിന്റെ മൈറ്റ് പറഞ്ഞത്, ഷാൽ എന്നുള്ളതിന്റെ ഷുഡ് പറഞ്ഞത്. അത് കഴിഞ്ഞാലും പ്രസന്റേഴ്സിന് ഉപയോഗിക്കും. പ്രസന്റേഴ്സിന് നമ്മളത് കണ്ടീഷണൽ ഫോം എന്ന് പറയുന്ന സംഗതി യൂണിറ്റ് നമ്പർ 9 അവിടെ നമ്മളത് കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇഫ് യു വർക്ക് യു വിൽ പാസ്, ഇഫ് യു വർക്ക് യു വുഡ് പാസ്, ഇഫ് യു ഹാഡ് വർക്ക് യു വുഡ് ഹാവ് പാസ്ഡ്. ഓർമ്മയുണ്ട്? പഴയൊരു ഓർമ്മ എവിടെയെങ്കിലും വന്നിട്ടുണ്ട്? ഓക്കെ. ഞാൻ അന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ വീണ്ടും പറയാം. 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് ജയിക്കുന്ന ഒരു കുട്ടിയെ നോക്കിയിട്ട് നമ്മൾ എന്ത് പറയും? നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാവും. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്, അല്ല യു വിൽ പാസ്. 10ാം ക്ലാസ് റിസൾട്ട് വന്നു, തോറ്റു, വിഷമിച്ചിരിക്കുമ്പോ അപ്പൊ നമ്മൾ പറയും നിന്നെക്കാളും മോശമായിട്ട് പഠിച്ച രാംകുമാർ പാസ്സായി, അപ്പോ നീ പഠിച്ചെങ്കിൽ പാസ്സായി. ഇഫ് യു സ്റ്റഡീഡ് പാസ് ആക്കി, അപ്പൊ വില്ലെന്നുള്ളതിന്റെ വുഡാക്കി, യു വുഡ് പാസ്. നീ പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നല്ലേ. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് യു വുഡ് ഹാവ് പാസ്. യെസ്. അപ്പൊ അവിടെ പറഞ്ഞ അതേ സാധനം തന്നെ അവിടെ തരുന്നത്. അപ്പൊ വുഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ പാസ്റ്റ് ഹാബിറ്റ്. പാസ്റ്റ് ഹാബിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളോട് ഉപയോഗിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചത് എന്താണ് വെർബ് എന്ന് നമ്മൾ നോക്കി. വെർബിനെ രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. ആ വിഭജിക്കുന്നതിൽ മെയിൻ വെർബ് എന്ന് പറഞ്ഞു, ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞു. ഹെൽപ്പിംഗ് വെർബിനെ തന്നെ വീണ്ടും രണ്ടായിട്ട് വിഭജിക്കാമെന്ന് പറഞ്ഞു. അതിന് ഒന്നിനെ പ്രൈമറി ഹെൽപ്പിംഗ് വെർബ് എന്നും മറ്റതിനെ മോഡൽ ഹെൽപ്പിംഗ് വെർബ് എന്നും പറയുന്നത്. ഓരോന്നിന്റെ കീഴിൽ വരുന്ന വാചകങ്ങളെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ. യെസ്. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇനി വേറൊരു കാര്യം ചെയ്യും. യെസ്. ഒരു ന്യൂ ഇയറിന്റെ ആശംസ ഇതിനകത്ത് ആർക്കും പറയാൻ പറ്റുമോ? ഒരു ന്യൂ ഇയർ ആശംസ പറയാൻ പറ്റിയതാണ്? ടീച്ചർ ആവുമ്പോൾ ആൾക്കാരാണ്. ഇതിന്റെ ഒരു ന്യൂ ഇയർ ആശംസ പറയാൻ പറഞ്ഞപ്പോ പേടിച്ചിരിക്കാനാണ്. യെസ്, രാസ്മിന പറഞ്ഞോളൂ. പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത് പറഞ്ഞോളൂ. യെസ്, ന്യൂ ഇയർ ആശംസ എല്ലാവർക്കും വേണ്ടിയിട്ട്. Respected sir and my dear friends, Yes. I wish you a blessed and happy new year to all. Yes. Okay. Very good. Lini, പറയൂ. Wishing you a beautiful night of celebration. As the year ends, ഒന്നുകൂടി പറഞ്ഞോളൂ. രേവതിക്ക് ശേഷം ലിനിയിലോട്ട് വരാം. ഓക്കെ. ഒന്നുകൂടി രേവതി അത് കട്ടായി. യെസ്. ക്ലിയർ ആണ് ഇപ്പൊ വോയിസ് ക്ലിയർ ആണോ സർ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ. Hi sir and hi my dear friends. I'm wishing you a beautiful night of celebration. As the year is going to end,
find a closure in what has passed, and feel excited about what lies ahead. Happy New Year's Eve to you and your family. May this New Year's Eve remind you of how far you have come and how much more awaits you. So I am blessing all my respected staff members and the faculties and my friends for this coming New Year, a blessed one in your whole life and for your family. Thank you so much. Yes, very good, very good, very good, very good. അങ്ങനെ വെടിക്കെട്ട് ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ കേട്ടത്. ലിലി പറഞ്ഞോളൂ. ലിലി അത് കഴിഞ്ഞാൽ മേരി കൃഷിയിലോട്ട് വരാം കേട്ടോ. സുറുമി റെഡി ആയിക്കോളും, സാഹിത റെഡി ആയിക്കോളും. ഓക്കെ ലിലി. സർ ഇത്രയും ഡ്യൂട്ട് ആയിട്ടൊന്നും പറയണില്ലേ, ഷോർട്ട് ആയിട്ട് പറയാം. തരിച്ചായിട്ടൊന്ന് പറയാം അല്ലേ? യെസ് പറഞ്ഞോളൂ. ജോർജി റെഡി ആയിക്കോളും. ഓക്കെ. Respected sir and my dear friends, I wish you all prosperous and happy New Year. Thank you, sir. യെസ് ഓക്കെ ഓക്കെ മതി, ഇത് മതി. യെസ് ഓക്കെ മതി മതി. 2 വാചകം പറഞ്ഞാൽ മതി. ആ പറഞ്ഞ അത് പ്രാക്ടീസ് ആണത്. യെസ് റെഡി ആയിക്കോളും, റെഡി ആയിക്കോളും. യെസ് സുറുമി പറഞ്ഞോളൂ. ഞാനാണ് സർ ഫസ്റ്റ് പറഞ്ഞത്. യെസ് എന്നാലും അതൊരു പറഞ്ഞോ. Respected sir and my dear friends, I wish you a very prosperous and cherish happy all year, all days. I wish you a happy New Year and happy life to all. Thank you, sir. ഓക്കെ ഓക്കെ ചെറിഷ് നല്ല വാക്കുകളൊക്കെ ചേർന്നിട്ടുണ്ട് സുറുമി. യെസ് സാഹിത. സാഹിത വരും. മേരി ദൃശ്യ. Hello, sir. യെസ് ഹലോ പറഞ്ഞോളൂ. Respected sir and all dear my friends, I wish you all the best for a prosperous future ahead. Yes, I wish you a very prosperous, happy New Year. Yes, Sangeeta, are you ready? Sir? പറഞ്ഞോളൂ. ഒരു ആശംസ പറഞ്ഞോളൂ. 2025 പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ടു ഓൾ. ആർക്കൊക്കെ പറയാട്ടോ, നോ പ്രോബ്ലം. യെസ്, ഇനി നിങ്ങൾക്ക് പറയാൻ 2026 നിങ്ങൾക്ക് മുന്നിലുള്ളൂ. 2025. കാശ്മീരോട്ട് വരാം. സംഗീത യു കണ്ടിന്യൂ. ഓക്കെ പറഞ്ഞോളൂ. സാർ എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് ഇംഗ്ലീഷിൽ പറയാൻ അറിയില്ല, ഞാൻ ശ്രമിക്കുള്ളൂ. ഞങ്ങള് സംഗീതയുടെ ശബ്ദത്തിന്റെ ആത്മാർത്ഥതയാണ് നിൽക്കുന്നത്, ഗ്രാമങ്ങളല്ല. Respected sir and all my friends, I wish you a happy New Year and a prosperous happiness days and health and അത്ര കാര്യങ്ങളും. താങ്ക് യു സർ. ഇതാണോ സംഗീത എനിക്ക് പറയാനറിയാൻ പാടില്ല എന്ന് പറഞ്ഞത്? യെസ്, പ്രതിഭയാണ്, പ്രതിഭാസമാണ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. റാസ്മിന പറഞ്ഞോളൂ. റാസ്മിന വരും. യെസ് പറഞ്ഞോളൂ. കഴിഞ്ഞ വിദ്യയിലോട്ട് വരാം. Respected sir and my friends, happy New Year. Wishing a year filled with health, success, and new opportunities. Reflecting on your great leadership and looking forward to more achievements together in 2026. Thank you, sir. Sir, നെറ്റീഷ്യ ഒന്ന് കട്ടായി പോയി. എനിക്ക് തോന്നി. ഓക്കെ റാസ്മിന കഴിഞ്ഞ പിച്ചിലോട്ട് വരാം കേട്ടോ. റാസ്മിന കണ്ടില്ലേ? ഞാൻ പറയട്ടെ. യെസ് കണ്ടിന്യൂ. Respected sir and my dear friends, I'm wishing you a happy new year. The new year is new hopes and new beginnings. Every new year is a chance to start fresh. Leave the past behind and welcome the future. This year, believe in yourself and do what you can and do your best. I'm again wishing you a happy new year. Thank you, sir. Yes, very good, very good. Okay, Rasmina, leave the past. Past is a
ടിഷ്യൂ പേപ്പർ അല്ലേ? അപ്പൊ നമുക്ക് വേസ്റ്റ് ചെയ്യാം. ഓക്കെ, യെസ്, ലെറ്റ് us wait for the best. Okay, very good. Which case you continue. Respected sir and my dear friends, wishing you a very happy new year. May this year bring you peace, good health and happiness. Thank you. Yes, very good, very good. അച്ചടി ഭാഷ. ഓക്കെ വിജി, വെരി ഗുഡ്, വെരി ഗുഡ്. ഈ അർത്ഥം പറയാൻ താല്പര്യം 2025 നിങ്ങളുടെ കൂടെ പഠിക്കുന്നവർക്ക് ഒരു ആശംസ പറയാനൊരു അവസരം കിട്ടുകയാണ്. ഈ അർത്ഥാണ് ഇനി പഠിക്കാൻ. And I also thank to God for giving such an opportunity to us. Yes, for giving the opportunity. Okay, okay. അവസരങ്ങൾ നിങ്ങൾ മുന്നിലൂടെ ഇങ്ങനെ വരും. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, ഈ ഇംഗ്ലീഷ് ക്ലാസിന്റെ ഒരു ഉദ്ദേശം കൂടി അത് തന്നെയാണ്. നിങ്ങളെ ഇംഗ്ലീഷ് നിങ്ങൾ പറയുന്ന ഇംഗ്ലീഷിലുള്ള നിങ്ങളുടെ ഭയം ഒന്ന് മാറ്റിയെടുക്കുക. 100% ഒക്കെ ആക്കാൻ പറ്റുന്ന സമയം നമുക്കില്ല, എങ്കിലും ഭയം ഒന്ന് മാറ്റിയെടുക്കുക. എനിക്ക് പറ്റും എന്നൊരു തോന്നൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് കൂട്ടുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കുറെയൊക്കെ വിജയിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. യെസ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് പറയില്ല. MT9 ഒരു കുട്ടി പറഞ്ഞൊരു വാചകം പിന്നെ ഭയങ്കരമായിട്ട് വിജയിപ്പിച്ചു. ലാസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് തോന്നുന്നു ഒരു വർഷത്തെ നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലാസ് ഒന്ന് നിങ്ങൾക്ക് എന്ത് തരും? അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, സാറേ ഈ വീടും ഈ വീടിന്റെ 4 ചുമരും മാത്രമേ എനിക്കറിയാമായിരുന്നുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാനും അല്ലെങ്കിൽ പറയാനൊക്കെ ഞാൻ ശക്തി പ്രാപിച്ചത് ഈ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്നാണ്. ആ കുട്ടി അന്ന് പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അത് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞത്. ഇതായിരുന്നു എന്റെ ലോകം, പിന്നെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ ലോകം ഉണ്ടായില്ല. പിന്നെ അത് പറഞ്ഞത് ഓക്കെ, സംഗീതയുടെ മകളുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ സംഗീതയുടെ മകൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വക ഐസ്ക്രീം വരുന്നുണ്ട്. Thank you, sir. Thank you, sir. Thank you all. Thank you, friends. ഓക്കെ ഓക്കെ. അപ്പൊ ഞങ്ങളുടെ ആശംസ കേട്ടോ. ഓക്കെ 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 ഓക്കെ. യെസ്, സംഗീതയുടെ മക്കൾക്ക് വേണ്ടിട്ട് ഞാനും എന്റെ ഫ്രണ്ട്സിന്റെ വകയിൽ ഒരു സോങ് ഉണ്ട്. We wish you, yes sir, happy birthday to you, happy birthday to you, happy birthday to dear daughter, we bless you dear, Birthday to you. Thank you, friends. Thank you all. ഈ സംഗീത മോളൊക്കെ തിരിപ്പുണ്ടോ? മോള് അടുത്തില്ല സാർ, മോള് വർക്കിന് പോയേക്കുവാ. സാർ എന്റെ ബർത്ത്ഡേയും കൂടി ഇന്നാട്ടാ. അപ്പൊ റാസ്മിയുടെ ബർത്ത്ഡേ മിണ്ടാതിരിക്കായിരുന്നു, ചെലവ് തരണ്ടേ വിചാരിച്ചിട്ട് റസ്മിന് എത്ര നേരം മിണ്ടാതിരിക്കായിരുന്നു. സത്യം പറഞ്ഞ എന്നോട് മറന്നുപോയി. എന്റെ ഏട്ടത്തി ബാക്കിന്ന് വന്നു, നിന്റെ ബർത്ത്ഡേ ഇന്നല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞു. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ജന്മദിനാശംസകൾ. അപ്പൊ രേവതി ഒരു ഹാപ്പി ബർത്ത്ഡേ സോങ്. അതെ സർ, രസ്മിനയ്ക്കും കൂടി വേണ്ടി ഒരു ഹാപ്പി ബർത്ത്ഡേ പാടാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു രസ്മിന, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു ഫ്രണ്ട്സ്. ഇനി ആരെങ്കിലും ബർത്ത്ഡേ പറയാൻ opportunity. We wish you a very great happy birthday to you, Rasmina, and God bless you all your life. Yes, റാസ്മിയുടെ ബർത്ത്ഡേ ഡേറ്റ് നല്ല സ്പെസിഫൈ ആയി, ഡിസംബർ 31 അല്ലേ? അതെ, ഡിസംബർ 31 11:30, ന്യൂ ഇയറിന്റെ അരമണിക്കൂർ മുന്നേ. 12 പറഞ്ഞിരുന്നെങ്കിൽ എന്തോ അന്നത്തെ സമയത്ത് എന്തൊക്കെ ഗോൾഡ് ഒക്കെ കിട്ടുന്ന ഉമ്മ എപ്പം പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെ, യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അല്ല, ഡിസംബർ 31 നല്ലൊരു എല്ലാവരും ഓർക്കുന്നൊരു അല്ലേ, ഓൺ ദ ഈവ് ഓഫ് ദ ഡേ അല്ലേ? യെസ്, വെരി വെരി ഗുഡ്. സംതിങ് സ്പെഷ്യൽ, ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് സ്പെഷ്യൽ ഡേ. യെസ്, അപ്പൊ ഓക്കെ. ഞാൻ വേറെ ഒന്നിന്റെ കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷെ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് അടുത്ത ക്ലാസ്സിലോട്ട് നമുക്ക് നോക്കാം.
അപ്പൊ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു 2026 പുതുവർഷം മെച്ചപ്പെട്ടതായിരിക്കട്ടെ. ക്രിസ്മസ് സെലിബ്രേഷൻ കുഴപ്പമുണ്ടായില്ല, വളരെ മനോഹരമായിട്ടൊക്കെ നടന്നു. യെസ്. അപ്പോ 2026 നിങ്ങൾക്ക് വളരെ ശുഭകരമാവട്ടെ. നേരത്തെ റാസ്മിന പറഞ്ഞതുപോലെ ചിലതെല്ലാം ഉപേക്ഷിച്ച് ചിലതിനെല്ലാം കൂടുതലധികത്തോട് ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പുതുവർഷം പുതിയ നന്മകൾ നിറഞ്ഞാവട്ടെ എന്ന് ദൈവപൂർവ്വം ആശംസിച്ചുകൊണ്ട്, അപ്പൊ 2025 അവസാന ദിവസം നമ്മൾ ഒന്നിച്ച് നിൽക്കാനൊരു ചാൻസ് കൂടി ലഭിച്ചു അല്ലെ? ഇന്ന് എനിക്ക് ആകെ ഈ ഒരു ക്ലാസ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്ലാസ്സിന് വേണ്ടി മാത്രമേ ഞാൻ ഇന്ന് വന്നത്. യെസ്, ബാക്കി ഇന്ന് വേറെ ക്ലാസ്. അപ്പൊ കറക്റ്റ് ഇതേപോലെ സ്മാർട്ട്സ് അക്കാദമിയിലെ 2025 ലാസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ കൂടി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. ഓക്കെ, ബൈ. Thank you, sir. Thank you so much. And happy New Year. Thank you, sir. Happy New Year. Happy New Year. Happy New Year, sir. Okay.